ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് എല്ലാവർക്കും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലേ. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തത്. ഇതിനകത്ത് ഒത്തിരി ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. അതും നിറയെ പൂക്കൾ തരുന്ന വീടിൻ്റെ മാറ്റി കൂട്ടുന്ന തരത്തിലുള്ള ഭംഗിയുള്ള ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തത് ജമന്തി പ്ലാന്റ്സ് ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ്. അതായത് ഇത്രയും ഹൈറ്റുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോയിലൂടെ കൊണ്ടുവരുന്നത്. 5 ജമന്തി പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത്. റെഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഓറഞ്ച് മിക്സ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, പിന്നെ ഒരു ചന്ദന കളർ വരുന്നുണ്ട്, വയലറ്റ് വരുന്നുണ്ട്, ഒരു ഡാർക്ക് പിങ്ക്, മജന്ത, അങ്ങനെയുള്ള ഒരുപാട് പീച്ച് കളർ വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജമന്തിയുടെ ഓഫറാണ്. 5 പ്ലാന്റ്സിൻ്റെ ജമന്തിയുടെ ഓഫറുണ്ട്, 7 പ്ലാന്റ്സിൻ്റെ ജമന്തി പ്ലാന്റ്സിൻ്റെ ഓഫറും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജമന്തി മാത്രമല്ല, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. രണ്ടാമതായിട്ടുള്ളത് ഗ്ലാഡിയോലസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ ബൾബിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൾബ് ഉൾപ്പെടെ ആയിരിക്കും ഈ ഒരു പ്ലാന്റ്സ് അയച്ചു തരുന്നത്. ഗ്ലാഡിയോലസിൻ്റെ ഏകദേശം 12 കളർ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറും 10 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ ഗ്ലാഡിയോലസ് പ്ലാന്റ് കൊടുക്കുക. നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്ന സമയത്ത് പൂക്കളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ കാണിക്കുന്നതല്ല, പൂക്കളിങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ടായി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഏകദേശം 2 ആഴ്ച വരെ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ നിൽക്കും. ഒരു അടിപൊളി പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരിക്കലും നട്ട് കഴിഞ്ഞാൽ ഇത് സീസൺ കഴിയുമ്പോഴത്തേക്കും അത് പോവും. അത് കഴിഞ്ഞിട്ട് ആ കിഴങ്ങിൽ നിന്ന് അടുത്ത തൈ വരും, അതിൽ നിന്ന് പൂക്കൾ കിട്ടും. അങ്ങനെ ഒരു നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു പ്ലാന്റ് കൂടെയാണ് ഈ ഒരു ഗ്ലാഡിയോലസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മളൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കിഴങ്ങിൽ നിന്ന് പുതിയ തൈകളാവും, നമുക്കതിൽ നിന്ന് ഫ്ലവർ എപ്പോഴും കാണാൻ പറ്റും. ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങളിപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ടിട്ടുണ്ടല്ലോ, ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ്. ഏകദേശം 12 കളർ, നമ്മുടെ വൈറ്റ്, പിങ്ക്, റെഡ്, ഓറഞ്ച്, പീച്ച്, പിന്നെ പിങ്ക് വൈറ്റ് മിക്സ്, റെഡ് പിങ്ക് മിക്സ്, പിന്നെ റെഡും വൈറ്റും മിക്സ്, പിന്നെ വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ഓഫ് വൈറ്റ് വരുന്നുണ്ട്, പ്യോർ വൈറ്റ് വരുന്നുണ്ട്, അങ്ങനെ വയലറ്റ് വരുന്നുണ്ട്, മജന്ത ഷെയ്ഡ് വരുന്നുണ്ട്, പീച്ച് ഷെയ്ഡ്, അങ്ങനെ ഒരുപാട് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ഇപ്രാവശ്യം സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് വയലറ്റ് ഷെയ്ഡ്. നമ്മളിത് ഫ്ലവറിങ് ആയി തുടങ്ങുന്ന സ്റ്റേജിലായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. ഇതേ കണ്ടില്ലേ വയലറ്റ് ഷെയ്ഡ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ 2 ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് പ്ലാന്റ് എന്നാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. 2 ഷെയ്ഡാണ്. ഒരെണ്ണം വയലറ്റ് ആണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ വയലറ്റ്. രണ്ടാമതായിട്ട് കാണിച്ചിരുന്നത് വലിപ്പം കുറഞ്ഞിട്ടുള്ള വയലറ്റ് ചെടിയാണ്. 3 ടൈപ്പാണ് ഇതിൽ വരുന്നത്. വയലറ്റിൽ തന്നെ 2 ഷെയ്ഡ്. ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് വരുന്നത് മജന്തയാണ് കേട്ടോ. ഈ മജന്ത ഷെയ്ഡാണ്. സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണ്, ഒരു അടിപൊളി പ്ലാന്റാണ്. ക്രീപ്പർ വെറൈറ്റി ആണ്. നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. പിന്നെ രാജഗന്ധി, അങ്ങനെ ഒരു പേരൂടെ ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക്. അടുത്തതായിട്ട് വരുന്നത് ഡയാന്തസ്. നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ, അതുപോലെ ബാൽക്കണിയിൽ ഒക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമുള്ള, ലെസ് കെയർ ആണ്. നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ മനോഹരമായിട്ട് തന്നെ പൂട്ട് നിൽക്കും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. നമുക്കിതിൻ്റെ ഇത് പൂത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനൊക്കെ പറ്റുന്നൊരു അടിപൊളി വെറൈറ്റി കൂടെയാണ് കേട്ടോ. ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതിൻ്റെയും ഒരുപാട് കളർ വേരിയേഷൻസിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്. ഇതേ കണ്ടില്ലേ, പിങ്കിൻ്റെ തന്നെ 3 ഷെയ്ഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. അതുപോലെ റെഡിൻ്റെ ഷെയ്ഡ്, പിങ്ക് വൈറ്റ് മിക്സ് വരുന്നതുണ്ട്, മജന്ത വൈറ്റ് മിക്സ് ഉണ്ട്. ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ഡയാന്തസ് പ്ലാന്റ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി ഷെയ്ഡ് വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ്. ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. പ്ലാന്റിൻ്റെ സൈസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ലെസ് കെയർ ആണ്. ഗാർഡൻ മനോഹരമാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഏത് പ്ലാന്റ് വേണോ പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ഗാർഡൻ എന്നും മനോഹരമായിട്ട് തന്നെ ഉണ്ടാവും.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് എസ്റ്റർഡേ ടുഡേ ടുമാറോ, 3 തരത്തിൽ ഫ്ലവറിങ് ആവുന്ന ഈ ഒരു പ്ലാൻ. 3 തരത്തിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണോ എന്നുള്ളത്. വിരിയുന്ന സമയത്ത് ഈ ഒരു കളറാണ്, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് വയലറ്റ് ആവും, 3-ാമത്തെ ദിവസം ആകുമ്പോൾ പ്യോർ വൈറ്റ് ആവും. അങ്ങനെയാണ് ഈ ഒരു പ്ലാനിന് എസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്നത്. 3 കളറിൽ ഫ്ലവറിങ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു വലിയൊരു പ്ലാന്റ് നമുക്കുണ്ട്, അത് നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ 3 ഷെയ്ഡിലായിരിക്കും ഫ്ലവർ വരിക. അപ്പോൾ എന്ത് ഭംഗിയല്ലേ ആ ഒരു പ്ലാന്റിൻ്റെ കാര്യം ഓർക്കാനായിട്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അറേബ്യൻ ജാസ്മിൻ, മുല്ലകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന അറേബ്യൻ ജാസ്മിൻ. ഇല്ലാന്നുണ്ടെങ്കിൽ 7 ലെയർ ജാസ്മിൻ എന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് 7 ലെയർ ജാസ്മിൻ എന്ന് പറയുന്നത്. നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ കൊടുക്കുന്ന പ്ലാന്റ്സ് ദേ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ തൈകളാക്കി എടുക്കാനുള്ള ഒരു കമ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും. അതുപോലെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ റോസ് മുല്ല എന്നും ഈ ഒരു പ്ലാന്റിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത് നേരത്തെ കാണിച്ചിട്ടുള്ള ജമന്തിയാണ്. പിന്നെ നമുക്ക് ജറബറയുടെ കോംബോ ഓഫർ അവൈലബിൾ ആണ്, 5 കളർ ജറബറ. അതുപോലെ തന്നെ ഡെയ്സി പ്ലാന്റ്സിൻ്റെ 3 കളർ ഡെയ്സി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. 3 കളർ ഡെയ്സി പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ജറബറ പ്ലാന്റ്സിൻ്റെ 5 കളർ ജറബറ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നിക്കോഡിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. വെള്ളം വേണ്ടാത്ത കുറ്റിച്ചെടിയാണ് നിക്കോഡിയ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറിലെ ഫ്ലവർ വരുന്നതും സിൽവർ കളറിലെ ലീഫ് വരുന്നതാണ് ഈ ഒരു നിക്കോഡിയ പ്ലാന്റിൻ്റെ പ്രത്യേകത. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കുറച്ചൊക്കെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു പ്ലാന്റ് കൂടെയാണ് നിക്കോഡിയ. അടുത്തതായിട്ടുള്ളത് ലോറ പെറ്റാലം. പൂക്കളായാലും ഇലകളായാലും കൊണ്ടൊരു വിസ്മയം തന്നെയാണ് ഈ ഒരു ലോറ പെറ്റാലം പ്ലാന്റ്. ഒരു ഒരു ബ്ലാക്കിഷ് ഒരു ഷെയ്ഡിലാണ് ലീഫ് വരുന്നത്. പൂക്കൾക്കൊരു പിങ്ക് ഷെയ്ഡാണ്. നിറയെ ഇങ്ങനെ നമുക്കൊരു മരം പോലെയൊക്കെ സെറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇതെല്ലാം കൂടെയുള്ള കോംബോ അല്ല, ഓരോ പ്ലാന്റ്സിൻ്റെയും കോംബോ, അതായത് ജർബറ കോംബോ, ജമന്തി കോംബോ, ഡെയ്സി കോംബോ, പിന്നെ ലോറ പെറ്റാലം, അതൊക്കെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നതാണ്, ഗ്ലാഡിയോലസിൻ്റെ കോംബോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം. താങ്ക് യു.